കനിവില്ലാത്ത, കരുണയില്ലാത്ത പ്രകൃതി നമ്മുടെ ഒരുപാട് സഹോദരങ്ങളെയും അമ്മ പെങ്ങന്മാരെയും മണ്ണുകൊണ്ട് മൂടി അതിൻ്റെ താണ്ഡവം തുടരുകയാണ്. പ്രകൃതി യാതൊരു കരുണയുമില്ലാത്ത ഒരു സംവിധാനമാണ്. കുഞ്ഞുങ്ങളെന്നോ സ്ത്രീകളെന്നോ യാതൊരു പരിഗണനയും തരാതെ അവരെയെല്ലാം ഒരു നിമിഷം കൊണ്ട് മണ്ണിനടിയിലാക്കി പ്രകൃതി അതിൻ്റെ പ്രതികാരം നമ്മളോട് കാണിക്കുകയാണ്. മകളെ നഷ്ടപ്പെട്ട ഒരച്ഛൻ മാധ്യമങ്ങളോട് പറയുന്നു, എൻ്റെ മകൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടുപിടിച്ച് തരാൻ. എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന ഒരു വലിയ ജനത നമ്മുടെ മുമ്പിൽ ഇപ്പോഴുണ്ട്. എല്ലാ പ്രകൃതി ദുരന്തങ്ങളും ഒരു മുന്നറിയിപ്പാണ്. ഓരോ ചെറിയ ചെറിയ മുന്നറിയിപ്പുകൾ. ഈ ദുരന്തം എങ്ങനെ സംഭവിച്ചു എന്ന് നിങ്ങൾക്കറിയത്തില്ലേ? കൃത്യമായിട്ടും എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. നമ്മുടെ അധികാരസ്ഥാനത്തിരിക്കുന്നവർക്കൊഴികെ ബാക്കി എല്ലാവർക്കും ഈ ദുരന്തം എങ്ങനെയാണ് സംഭവിച്ചതെന്ന് കൃത്യമായിട്ടറിയാം. പ്രകൃതിയെ കൈകാര്യം ചെയ്യുന്നതിൽ നമുക്കുണ്ടായ അല്ലെങ്കിൽ ഉണ്ടാക്കി വെച്ച പിഴവാണ് ഇത്തരം ദുരന്തങ്ങൾക്ക് അടിസ്ഥാനമായിട്ടുള്ളത്. ഒരു പരിധിയിൽ കൂടുതൽ പ്രകൃതിയിലേക്ക് അതിക്രമിച്ചു കയറിയാൽ അത് ശക്തമായി പ്രതികരിക്കും. പ്രകൃതിയിലുള്ള മനുഷ്യൻ്റെ ഇടപെടലുകൾ അതിനെ പ്രതികൂലമായി ബാധിക്കും. യാതൊരു കരുണയുമില്ലാതെ ഇതുപോലെ മണ്ണായും മഴയായും പ്രകൃതി നമ്മളുടെ മേൽ അതിൻ്റെ പ്രതികാരം തീർക്കും. അതിൻ്റെ ഫലമാണ് ഇന്ന് വയനാട്ടിൽ അനുഭവിക്കുന്ന കണ്ണുനീർ. ഇങ്ങനെ ഒരു ദുരന്തം നടക്കുന്ന സമയത്ത് അധികാരികൾക്കെതിരെ സംസാരിക്കാൻ കഴിയുമോ? അല്ലെങ്കിൽ അവരെ കുറ്റം പറഞ്ഞിട്ട് എന്താണ് കാര്യം എന്ന് പറഞ്ഞ് കമൻറ്റ് ബോക്സിൽ പൊങ്കാലയിടാൻ വരുന്നവരുടെ ശ്രദ്ധയ്ക്ക്. ഇപ്പോൾ ഇവിടെ രാഷ്ട്രീയമാണോ ചർച്ച ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ട് ഞാനിവിടെ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നില്ല, രാഷ്ട്രീയം ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നുമില്ല. ഈ ദുരന്തം വെച്ച് മറ്റുള്ളവരെ കുറ്റപ്പെടുത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ നാട്ടിലെ ഭരണ സംവിധാനത്തെയോ പ്രതിപക്ഷങ്ങളെയോ മറ്റു പാർട്ടിക്കാരെയോ എനിക്കൊന്നും പറയാനുമില്ല. അതിന് കാരണം മറ്റൊന്നുമല്ല, അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ്. ഈ വീഡിയോയ്ക്ക് നിങ്ങൾ ലൈക്കോ സബ്സ്ക്രൈബോ ഒന്നും ചെയ്യണ്ട. എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. പുതിയ തലമുറയിലെ കുട്ടികളോടാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവരും ഈ വീടിനുള്ളിലുണ്ട്, എന്തെങ്കിലും ഒന്ന് ചെയ്യൂ എന്ന് പറഞ്ഞ് വേവലാതിപ്പെട്ട് ആധിപ്പെട്ടിരിക്കുന്ന മനുഷ്യൻ്റെ അണ്ണാക്കിലേക്ക് മൈക്ക് കുത്തിക്കയറ്റി വെച്ച് എത്ര നേരമായിട്ടുണ്ട് ഇവർ പെട്ടിട്ട്, നിങ്ങൾ എപ്പോഴാണ് വന്നത്, നിങ്ങളുടെ പേരെന്താണ്, ഇങ്ങനെയൊക്കെ ചോദിച്ച് നമ്മുടെ മുമ്പിൽ ചാനലുകൾ അവരുടെ റീച്ച് കൂട്ടാനുള്ള മേഖലകൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വന്തം കുടുംബത്തെയും കുട്ടികളെയൊക്കെ നഷ്ടപ്പെട്ട് വേദനിച്ച് നിൽക്കുന്ന ആളുകളുടെ അണ്ണാക്കിലേക്ക് മൈക്ക് കുത്തിക്കയറ്റി വെച്ച് അവരുടെ വേദനകൾ ചോദിച്ചറിയുന്ന മാധ്യമ പ്രവർത്തകരെ നമ്മൾ കണ്ടു. അവരെ ഞാൻ കുറ്റം പറയുന്നില്ല. അവരെ കുറ്റം പറയുന്ന ആൾക്കാരെ ഞാൻ കണ്ടു. ശരിയാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല. ഒരാൾ അയാളുടെ കുടുംബത്തെ അല്ലെ മണ്ണിനടി കിടക്കുന്നവരെ ഓർത്ത് വിഷമിച്ച് ചങ്ക് പൊട്ടി നിൽക്കുമ്പോൾ അതിനിടയ്ക്ക് മൈക്കുമായിട്ട് എന്നിട്ട് മാധ്യമപ്രവർത്തനം നടത്തുന്നത് തെറ്റ് തന്നെയാണ്. പക്ഷേ ആ കാഴ്ചകൾ നമ്മൾ കാണണം. കാരണം ഇത് അടുത്ത തന്നെ നമുക്ക് സംഭവിക്കാൻ പോകുന്നൊരു കാര്യമാണ്. വയനാട് ജില്ലയുടെ ഒട്ടുമുക്കാൽ ഭാഗവും തകർത്തുകൊണ്ടാണ് ഈ പ്രകൃതി ദുരന്തം സംഭവിച്ചിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും വയനാട്ടിലെ എല്ലാവരെയും ഇത് ബാധിക്കുന്നില്ല. നമ്മളിവിടെ നിന്ന് TV കണ്ട് നെടുവേർപ്പെടുകയും ആശ്വാസപ്പെടുകയും ചെയ്യുന്നുണ്ട്. നമുക്കിത് സംഭവിക്കില്ല എന്നുള്ള ആത്മവിശ്വാസം നമുക്ക് കൂട്ടുണ്ട്. ഇതെല്ലാം സൂചനകളാണ്, പ്രകൃതി തരുന്ന വ്യക്തമായ കൃത്യമായ സൂചനകൾ. ഈ കൃത്യമായ സൂചനകൾ അവഗണിച്ചത് കൊണ്ടാണ് നമുക്കിപ്പോൾ ഈ ദുരന്തത്തെ അഭിമുഖീകരിക്കേണ്ടി വന്നത്. ആ ദുരന്തങ്ങളെ വരുത്തി വെച്ചതിൽ നമ്മുടെ ഗവൺമെൻറ്റുകൾക്കെല്ലാം പങ്കുണ്ട്. അതിലൊരാളെ കുറ്റപ്പെടുത്തിക്കൊണ്ടൊന്നും പ്രത്യേകിച്ച് കാര്യമില്ല. ഈ ദുരന്ത വാർത്ത പുറത്തെത്തിയ ഉടൻ തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ, അദ്ദേഹം 5 കോടി രൂപ നമുക്ക് വാഗ്ദാനം ചെയ്തു. വലിയ മനസ്സാണ് സ്റ്റാലിന്. തീർച്ചയായിട്ടും അദ്ദേഹം ഭയങ്കരമായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്തു. ഈ ദുരന്തം പുറത്തെത്തുന്ന ആദ്യത്തെ സഹായ വാഗ്ദാനം നൽകുന്നത് സ്റ്റാലിനാണ്. അദ്ദേഹത്തിൻ്റെ ചെയ്യാവുന്ന എല്ലാ സഹായങ്ങളും അദ്ദേഹം ചെയ്യാമെന്നാണ് പറയുന്നത്. 5 കോടി രൂപ മേടിച്ച് പോക്കറ്റിലിടുമ്പോൾ ബുദ്ധിമാനെന്ന് അഹങ്കരിക്കുന്ന മലയാളിക്ക് ഒരു കാര്യം ചിന്തിച്ചെടുക്കണം. ഇവിടെയുള്ള ഒരു നേതാവും അത് മേടിച്ച് പോക്കറ്റിലിടുന്ന ഇവിടുത്തെ ഗവൺമെൻറ്റോ മറ്റ് സംവിധാനങ്ങളോ ഇനി മുല്ലപ്പെരിയാറിനെ കുറിച്ച് ഒരക്ഷരം വേണ്ടില്ല. ആദ്യത്തെ സഹായം എത്തിച്ചതാരാണ്? സ്റ്റാലിൻ. ഇനി ആരും മുല്ലപ്പെരിയാറിനെ കുറിച്ച് സംസാരിക്കില്ല. കാരണം ഇങ്ങനെ ഒരു പ്രകൃതി ദുരന്തം ഉണ്ടാകുമ്പോൾ, മണ്ണിടിച്ചിലുണ്ടാകുമ്പോൾ, ഉരുൾപൊട്ടൽ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഭീകരത മനസ്സിലാക്കുന്ന ജനം അടുത്തതിനെക്കുറിച്ച് സംസാരിക്കാൻ പോകുന്നത് മുല്ലപ്പെരിയാറിനെ കുറിച്ചാണെന്ന് കൃത്യമായിട്ട് അവർക്കറിയാം. മുല്ലപ്പെരിയാർ ദുരന്തത്തിൻ്റെ വാക്കിൽ നിൽക്കുകയാണ്. മുല്ലപ്പെരിയാറിൻ്റെ ദുരന്തം സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു ചാനലും അത് റിപ്പോർട്ട് ചെയ്യില്ല. കാരണം സ്റ്റുഡിയോ അടക്കം ഒഴുകിപ്പോകും. പിന്നെ അവിടെ റിപ്പോർട്ട് ചെയ്യാൻ പുറത്തുനിന്ന് ആൾ വരേണ്ടി വരും. അപ്പോൾ അവർക്കായിരിക്കും റീച്ച് കൂടുതൽ. മുല്ലപ്പെരിയാർ തകർന്നാൽ 5 കോടിയല്ല 50,000 കോടി രൂപ ഇട്ടാലും തികയാണ്ട് വരും. നമ്മുടെ തലയ്ക്ക് മുകളിൽ നിറഞ്ഞു കവിഞ്ഞ് നിൽക്കുകയാണ് മുല്ലപ്പെരിയാർ. അതിനെപ്പറ്റി ഇപ്പോൾ ഞാനിതിനെക്കുറിച്ച് എന്തിനാണ് സംസാരിക്കുന്നതെന്ന് ചോദിക്കും. സാധാരണക്കാരനെ സംബന്ധിക്കുന്നതും സാധാരണക്കാരന് വേദന ഉണ്ടാക്കുന്നതുമായിട്ടുള്ള ഒരു വിഷയം നമ്മൾ ചർച്ച ചെയ്യാറുണ്ട്. എൻ്റെ ചാനലിലൂടെ ഞാനത് ചർച്ച ചെയ്യാറുണ്ട്.
വലിയ വലിയ നിയമവശങ്ങളെക്കുറിച്ചൊന്നും ഞാൻ ചർച്ച ചെയ്യാറില്ല. ഇന്ത്യയുടെ വലിയ സാമ്പത്തിക പ്രതിസന്ധികളെക്കുറിച്ചൊന്നും ഞാൻ ചർച്ച ചെയ്യാറില്ല. ഞാനൊരു രാഷ്ട്രീയക്കാരനല്ല. രാഷ്ട്രത്തെ സംബന്ധിച്ച് സംസാരിക്കാനുള്ള ഉത്തരവാദിത്തം എനിക്കുണ്ട്. എൻ്റെ പരിസരത്തുള്ള ആളുകളെ ഇനിയും കാണണമെന്നുള്ള മോഹം എനിക്കുണ്ട്. ഞാൻ എൻ്റെ നാടിനെ അത്രയേറെ ഇഷ്ടപ്പെടുന്നു. ഞാനൊരു ഇടുക്കി ജില്ലക്കാരനാണ്. ഉരുൾ പൊട്ടി വരുന്നത് എങ്ങനെയാണെന്ന് നേരിട്ട് കണ്ടിട്ടുണ്ട്. വെള്ളം വരുമ്പോൾ അതിനു മുമ്പുണ്ടാകുന്ന സൂചനകൾ എന്തൊക്കെയാണെന്ന് എനിക്ക് വ്യക്തമായിട്ടറിയാം. പുഴയരികിൽ ഭീതിയോടെ താമസിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കൾ എനിക്കുണ്ട്. ഉരുൾ പൊട്ടുന്നതിൻ്റെ ആദ്യത്തെ ലക്ഷണമാണ് ജലത്തിൻ്റെ ഗന്ധം. ഒഴുകുന്ന വെള്ളത്തിൻ്റെ നിറം മാറും. അത് കറുത്ത കളറിലേക്ക് മാറും. അതിശക്തമായ ചെളിയുടെ മണം വരും. പിന്നീടായിരിക്കും ഉരുൾ പൊട്ടുക. അല്ലെങ്കിൽ അതൊരു സൂചനയാണ്. അതറിയുന്ന ആൾക്കാർ പെട്ടെന്ന് അവിടുന്ന് മാറും. ഇത് രാത്രിയിലോ അർദ്ധരാത്രിയിലോ വെളുപ്പിനോ ഒക്കെയാണ് സംഭവിക്കുന്നതെങ്കിൽ ഒരുമാതിരിപ്പെട്ട ആൾക്കാരൊന്നും അറിയില്ല. അപ്പോൾ അവർ ദുരന്തത്തിലേക്ക് പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. 2 വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ ഒരു ഉരുൾപൊട്ടൽ ഇവിടെ സംഭവിച്ചു. അന്ന് 3 വീടുകൾ ഒഴുകിപ്പോയി. ഉച്ചയ്ക്ക് ശേഷം 3:30യ്ക്ക് ശേഷമാണ്. 2 മണിക്ക് തുടങ്ങിയ മഴ 3 മണിയായപ്പോഴേക്കും ഉരുൾ പൊട്ടി പുഴയിലൂടെ വെള്ളം കവിഞ്ഞു വന്നു. പാലം തകർന്നു പോയി. 3 വീടുകൾ പൂർണ്ണമായും തകർന്നു. ആ വെള്ളം ഒഴുകിപ്പോയി. അത് പകലായതുകൊണ്ട് മാത്രം സുരക്ഷിതമായ സ്ഥാനത്തേക്ക് അവർക്ക് മാറാൻ സാധിച്ചു. പ്രായമായവർ, കുട്ടികൾ, കൊച്ചുകുട്ടികൾ, അമ്മമാർ, സ്ത്രീകൾ ഇവരെയൊക്കെ ഈ പ്രായമായവരെയും സ്ത്രീകളെയൊക്കെ എങ്ങോട്ട് മാറ്റുമെന്നാണ് പറയുന്നത്. വിതുരർ എന്ന എൻ്റെ ഈ ചാനലിൽ ആദ്യം ഞാൻ ചെയ്ത വീഡിയോ നാട്ടുകാർക്ക് കൊടുക്കേണ്ട വ്യക്തമായിട്ട് സന്ദേശമാകണമെന്ന് ചിന്തിച്ച് എനിക്ക് ആദ്യം വന്ന വിഷയം എൻ്റെ നാടിനെ സംബന്ധിച്ച മുല്ലപ്പെരിയാർ എന്ന വിഷയമായിരുന്നു. എൻ്റെ നാടിനെ മാത്രം ബാധിക്കുന്ന കാര്യമല്ല. 3 സബ്സ്ക്രൈബറും 9 വ്യൂവുമാണ് അതിനുണ്ടായിരുന്നത്. ഞാൻ എൻ്റെ ശക്തമായ പ്രതിഷേധമാണ് അതിലൂടെ അറിയിച്ചത്. അതിനിടയിൽ വന്നൊരു കമൻറ്റ് എന്നെ ഒരുപാട് ചിന്തിപ്പിച്ചു. ഒരാൾ പറഞ്ഞത്, സുരക്ഷിതമായിട്ട് മാറണം. നിങ്ങളവിടെ താമസിക്കുന്നത് സേഫ് അല്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സുരക്ഷിതമായിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് മാറണം. എൻ്റെ നാട് വിട്ട് ഞാൻ എങ്ങോട്ട് പോകണം? ഇത് എൻ്റെ പഞ്ചായത്തിൽ നിന്ന് ഞാൻ മാറി താമസിച്ചാൽ തീരുന്ന പ്രശ്നമല്ല. ശരിയാണ്, എൻ്റെ ഭാഗം ഞാൻ സുരക്ഷിതമാക്കാം. എൻ്റെ നാട്ടുകാർ, എൻ്റെ സുഹൃത്തുക്കൾ, എൻ്റെ ബന്ധുക്കൾ, എൻ്റെ ശത്രുക്കൾ ഇവരെല്ലാം എൻ്റെ നാട്ടുകാരാണ്. അവരെക്കുറിച്ചെല്ലാം ഞാൻ ചിന്തിക്കുന്നു. അത് ഞാൻ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ള കാര്യമാണ്. പണ്ട് ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുമ്പോൾ സ്കൂളിൻ്റെ മുമ്പിലെ അസംബ്ലിയിൽ നിരത്തി നിർത്തി ടീച്ചർ ചൊല്ലിത്തരുന്ന ഒരു പ്രതിജ്ഞാവാചകമുണ്ട്. പലർക്കും അത് ഓർമ്മയുണ്ടാകും. ഭാരതം എൻ്റെ നാടാണ്. എല്ലാ ഭാരതീയരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ്. ഞാൻ എൻ്റെ നാടിനെ സ്നേഹിക്കുന്നു. സമ്പൂർണ്ണവും വൈവിധ്യപൂർണവുമായ അതിൻ്റെ പരമ്പരാഗത സമ്പത്തിൽ ഞാൻ അഭിമാനം കൊള്ളുകയും ചെയ്യുന്നു. ആ സമ്പത്തിന് അർഹനാകുവാൻ ഞാൻ എപ്പോഴും ശ്രമിക്കുന്നതാണ്. ഞാൻ എൻ്റെ മാതാപിതാക്കളെയും ഗുരുജനങ്ങളെയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യും. എല്ലാവരോടും ഞാൻ വിനയത്തോടു കൂടിയേ പെരുമാറുകയുള്ളൂ. എല്ലാ ജീവികളോടും ഞാൻ ദയാലുവായിരിക്കും. ഞാൻ എൻ്റെ സേവനം നാടിന് സമർപ്പിക്കുന്നു. നാട്ടുകാരുടെ യോഗക്ഷേമത്തിലും ഐശ്വര്യത്തിലും മാത്രമാണ് എൻ്റെ സുഖം. ഇത് ഒരു ഇന്ത്യൻ പൗരൻ ചൊല്ലുമ്പോൾ അവനുണ്ടാകേണ്ട വികാരം എന്തായിരിക്കാം? അപ്പോൾ ചെറിയ ക്ലാസ്സുകളിൽ നമ്മളിത് കേട്ട് 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 നമ്മുടെ ഉള്ളിൽ തറഞ്ഞു പോയ വാക്കുകളാണ്. നാട്ടുകാരുടെ യോഗക്ഷേമത്തിലും ഐശ്വര്യത്തിലും മാത്രമാണ് എൻ്റെ സുഖം. ഇതൊരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ ഞാൻ അംഗീകരിക്കാൻ തയ്യാറാണ്. എൻ്റെ നാടിനെ ഞാൻ സ്നേഹിക്കുന്നു. അത് ഭാരതമെന്ന വിശാലമായ രാജ്യമാണെങ്കിലും എൻ്റെ കൊച്ചുനാടാണെങ്കിലും. നമ്മുടെ എല്ലാ നാടും വീടും നമുക്ക് പ്രിയപ്പെട്ടവരാണ്. അല്ലെ, നമുക്ക് പ്രിയപ്പെട്ട നമ്മുടെ കുടുംബം നഷ്ടപ്പെടാൻ നമ്മൾ തയ്യാറാകാത്തതുപോലെ നമ്മുടെ രാജ്യത്തെയും നമ്മുടെ നാടിൻ്റെയും എല്ലാ കുടുംബങ്ങളും എല്ലാവർക്കും പ്രിയപ്പെട്ടതാണെന്നുള്ള ചിന്ത നമുക്കുണ്ടാകണം. ഇത് ചിന്തിക്കാൻ വേണ്ടി പ്രകൃതി തരുന്ന ഒരു സൂചനയാണെന്ന് നമുക്ക് മനസ്സിലാക്കണം. പ്രകൃതി നൽകുന്ന ഇത്തരം സൂചനകളെ നമ്മൾ അവഗണിച്ചതിൻ്റെ ഫലമാണ് വലിയ വലിയ ദുരന്തങ്ങൾ, അതിൻ്റെ ഡോസ് കൂടി കൂടി വരുന്നത്. ഇതിനു മുമ്പ് കവളപ്പാറയായിരുന്നു. കവളപ്പാറയിൽ ഉരുൾപൊട്ടി 11 പേരോളം, പിന്നെ അത് 21 അങ്ങനെ എണ്ണം കൂടിക്കൊണ്ട് വന്നു. 10 ദിവസത്തെ റീച്ചിന് ശേഷം എല്ലാ ചാനലുകളും ഈ പരിപാടി അവസാനിപ്പിച്ച് പുതിയ വാർത്തയുടെ പുറകെ പോകും. നമ്മളിവിടെയൊക്കെ തന്നെ കാണും. ഇപ്പോൾ ഈ കണ്ണീരൊഴുക്കുകയും ഇപ്പോഴാണ് ഇത് സംസാരിക്കേണ്ടതെന്ന് ചോദിക്കുന്ന വിഡ്ഢികൾ നമ്മുടെ ഇടയിലുണ്ട്. ഇപ്പോൾ തന്നെയാണ് ഇത് ചോദിക്കേണ്ടത്. ദുരന്തത്തിന് മുമ്പാണോ ചോദിക്കേണ്ടത്? ശേഷമാണോ ചോദിക്കേണ്ടത്? എപ്പോഴാണോ ചോദിക്കേണ്ടത്? അതിൻ്റെ ഫീലിൽ നിൽക്കുമ്പോൾ തന്നെ ചോദിക്കുന്നു, ഇതുപോലൊരു ദുരന്തം ഇനിയും ഉണ്ടായാൽ സഹിക്കാൻ നിങ്ങൾ തയ്യാറാണോ? ഇതുപോലൊരു ദുരന്തം ഇനിയും ഉണ്ടാകും. കാരണം കവളപ്പാറ ഉണ്ടായപ്പോഴും ഇത് തന്നെയാണ് സംഭവിച്ചത്. കുറച്ച് നാളത്തേക്ക് പിരിവെടുക്കും. ഇപ്പോൾ കവളപ്പാറയിൽ എല്ലാം നഷ്ടപ്പെട്ട ആളുകൾ എവിടെയുണ്ടെന്നോ അവർക്കെന്ത് സംഭവിച്ചെന്നോ ആരെങ്കിലും അന്വേഷിക്കാറുണ്ടോ? ഇല്ല, നമുക്കറിയില്ല. നമ്മൾ ഒരുപാട് സ്ഥലത്ത് തിരഞ്ഞാലൊന്നും നമുക്ക് കിട്ടില്ല. അവരെവിടെ പോയെന്നറിയില്ല. ഇതിനു മുമ്പ് നമ്മൾ അർജുൻ്റെ കൂടെയായിരുന്നു. ഇപ്പോൾ അർജുനെ വിട്ട് മാധ്യമങ്ങളെല്ലാം തിരിച്ച് കേരളത്തിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ സൈന്യം ഉള്ളതുകൊണ്ട് മാത്രമാണ് അവിടെ എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നത്. ഉരുൾപൊട്ടി വരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഉരുൾപൊട്ടിയ സ്ഥലത്തൂടെ സഞ്ചരിച്ചിട്ടുണ്ടോ? ഇടുക്കി ജില്ല ഉരുൾപൊട്ടൽ പ്രദേശം തന്നെയാണ്. ഉരുൾപൊട്ടാൻ ഏറ്റവും സാധ്യതയുള്ള പ്രദേശമാണ് ഇടുക്കി, വയനാട് പോലുള്ള ജില്ലകൾ. ഒരു പ്രദേശം തന്നെ ഇടിഞ്ഞിരിക്കുന്ന കാഴ്ച ഇവിടെ കാണാറുണ്ട്. ഇവിടെ എല്ലാ വർഷവും പല സ്ഥലങ്ങളുമായിട്ട് ഉരുൾപൊട്ടാറുമുണ്ട്. കുറച്ച് സമയത്തിന് ശേഷം അവിടെ സന്ദർശിക്കുമ്പോൾ നമുക്ക് കാണാം അതിൻ്റെ ഭീകരത എത്രമാത്രമാണ്.
പലപ്പോഴും ആളൊഴിഞ്ഞ സ്ഥലത്തും അല്ലെങ്കിൽ ഒരാളുടെ പറമ്പിലും അല്ലെങ്കിൽ ഒരു മലയുടെ അരികിൽ നിന്നുമൊക്കെ ആയിരിക്കും ഈ ഉരുൾപൊട്ടൽ സാധ്യതയുള്ളത്. അതുകൊണ്ട് തന്നെ അത് വാർത്തയാകാറോ ആരും ശ്രദ്ധിക്കാറുമില്ല. പക്ഷേ ഇടുക്കി ജില്ലയിൽ എല്ലാ വർഷവും മഴയ്ക്ക് ഉരുൾപൊട്ടാറുണ്ട്. അത് അവിടെ ഇവിടെയും പറഞ്ഞ് അവസാനിച്ചു പോകുന്നു. ഒരാൾ മരണപ്പെടുമ്പോഴാണ് അതിനെ ശ്രദ്ധിക്കപ്പെടുന്നത്. 2 കൊല്ലം മുമ്പ് ഇവിടെ തൊട്ടടുത്തുള്ള ഒരു പ്രദേശത്ത് രാത്രി ഉറങ്ങാൻ കിടന്ന കുടുംബം നേരം വെളുത്തപ്പോൾ ആ പ്രദേശമില്ല. ഉരുൾ പൊട്ടിക്കഴിഞ്ഞാൽ ആ പ്രദേശം ഒന്നും കാണാനില്ല. ഒരു ഗ്രൗണ്ട് പോലെ ചെളി പുതഞ്ഞ് കിടക്കും. അങ്ങോട്ട് ഓടിച്ചെല്ലാനോ രക്ഷപ്പെടുത്താനോ ഒന്നും നമുക്ക് സാധിക്കില്ല. കാരണം മുട്ടൊപ്പം ചെളിയായിരിക്കും. ഈ ചെളിയിലൂടെ ഓടുക എന്ന് പറഞ്ഞാൽ പ്രയാസം നിറഞ്ഞൊരു കാര്യമാണ്. ഈ ചെളിയിലൂടെ നമ്മൾ ചവിട്ടുന്നിടം താഴ്ന്ന് താഴ്ന്ന് പോകും. പുതഞ്ഞു പോകും. അതുകൊണ്ട് ചെളിയിൽ കൂടെ ഓടാൻ സാധിക്കില്ല. വെള്ളമല്ല വരുന്നത്. പാറ, കുഴഞ്ഞ ചെളി, ശക്തമായിട്ടുള്ള ചെളി അടുക്കുകളായിട്ട് വന്ന് കിടക്കും. കളിമണ്ണ് പോലെ ഒട്ടിപ്പിടിക്കുന്ന പശയുള്ളത്. അങ്ങനെയുള്ളൊരു ചെളിയിലുള്ളിലൂടെ ഓടുക, രക്ഷാപ്രവർത്തനം നടത്തുക ഇതൊന്നും പെട്ടെന്ന് സാധിക്കുന്ന കാര്യമല്ല. പ്രകൃതി അതിൻ്റെ താണ്ഡവം നടത്തും. പ്രകൃതിയോട് കളിച്ചാൽ ശക്തമായിട്ട് അത് തിരിച്ചടിക്കും. ഇതെല്ലാം മുല്ലപ്പെരിയാറിനുള്ള മുന്നോടിയായിട്ടുള്ള സൂചനയാണ്. 5 കോടി രൂപ മേടിച്ച് പോക്കറ്റിലിട്ടിട്ട് നമ്മൾ മിണ്ടാതിരിക്കും. സ്റ്റാലിൻ മഹാനാണ്, സ്റ്റാലിൻ മഹാനാണ്. ശരിയാണ്. പക്ഷേ അയാളൊരു ബുദ്ധിരാക്ഷസനാണ്. ഇനി ആരും മുല്ലപ്പെരിയാറിനെക്കുറിച്ച് സംസാരിക്കില്ല. നിങ്ങൾ നോക്കിക്കോളൂ. ഒരു നേതാവും ഇനി ഇതിൻ്റെ പേരിൽ മുല്ലപ്പെരിയാറിനെക്കുറിച്ച് പറഞ്ഞാൽ അവനെ ചീത്ത വിളിക്കാൻ കുറേ നേതാക്കന്മാർ ഇറങ്ങുമെന്നല്ലാതെ ഒരു കാരണവശാലും അതിന് വേണ്ട മുൻകരുതലെടുക്കും. അതെടുക്കും, ഇതെടുക്കും. ഇവിടെയൊക്കെ മുൻകരുതലെടുക്കാൻ പാടില്ലായിരുന്നോ? ഒരു ജില്ലയുടെ ഒരു സ്ഥലത്ത്, ഒരു ഭാഗത്ത് മാത്രം, ഈ ചൂരൽമല എന്ന് പറഞ്ഞ ഭാഗത്ത് മാത്രം ഉണ്ടായ പ്രകൃതി ദുരന്തത്തെ നമ്മൾ ഇത്രയും ഭീകരമായിട്ട് രക്ഷാപ്രവർത്തനം നടത്താൻ നോക്കിയിട്ടും ഇപ്പോഴും ഈ നിമിഷവും മൃതദേഹങ്ങൾ പുറത്തെടുത്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ എങ്ങനെയാണ്, എന്ത് രക്ഷാപ്രവർത്തനം നടത്തുമെന്നാണ് ഇവർ പറയുന്നത്? അവർ പറഞ്ഞു കേട്ടില്ലേ? ഇപ്പോൾ അവിടെയുള്ള ദൃക്സാക്ഷികൾ പറയുന്നു, രാത്രി ഒരു ശബ്ദം കേട്ടു. എന്താണ് സംഭവിക്കുന്നത് അറിഞ്ഞില്ല. തിരിച്ചറിഞ്ഞവർ ഇറങ്ങി ഓടി. ഓടിയവർ മാത്രം രക്ഷപ്പെട്ടു. ഉറക്കത്തിൽ കിടന്നവർ, കട്ടിലേ കിടന്നവർ, വയ്യാതെ കിടക്കുന്നവർ, പ്രായമായവർ ഇവരെയൊക്കെ എടുത്തുകൊണ്ട് എങ്ങോട്ട് ഓടുമെന്നാണ് ഈ പറയുന്നത്? വരുന്നത് ഒരു പ്രദേശം മുഴുവനാണ് വരുന്നത്. ഞാൻ പറഞ്ഞല്ലോ ഇതിനു മുമ്പ് കേവലം 3 സബ്സ്ക്രൈബേഴ്സും 9 വ്യൂവേഴ്സ് വരുന്നു എനിക്ക് ആദ്യത്തെ ഒരു വീഡിയോയിലുണ്ടായിരുന്നു. അതിനുശേഷം അത് 5500 എന്നുള്ളൊരു ലെവലിലേക്ക് പോയി. അതിനിടയ്ക്ക് ഒരാൾ ചോദിച്ച മറ്റൊരു കമൻ്റ് ഉണ്ട്. ഫൂളിഷ്നെസ്, നിങ്ങൾ പറയുന്നത് വിഡ്ഢിത്തരമാണ്. എത്ര കാലമായി ഇതിനെക്കുറിച്ച് പറയുന്നു? എന്തെങ്കിലും സംഭവിച്ചോ? ശരിയാണ്. എപ്പോൾ സംഭവിക്കുന്ന ഈ മഹാന് പറയാൻ കഴിയുമോ? ഇതിനു മുമ്പ് ഇതുപോലെ ഫൂളിഷ്നെസ് പറഞ്ഞ ആൾക്കാരുണ്ട്. മാധവ് ഗാഡ്ഗിൽ, കസ്തൂരി രംഗൻ, ഇവർക്കൊക്കെ എതിരെ സമരം ചെയ്ത ആൾക്കാരാണ് എൻ്റെ നാട്ടുകാർ. അതിന് രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണകളുണ്ടായിരുന്നു. രാഷ്ട്രീയ പാർട്ടികളാണ് സമരം ആഹ്വാനം ചെയ്തത് നേട്ടങ്ങൾക്ക് വേണ്ടി. എന്നിട്ട് ഇപ്പോൾ അവർ കണ്ണീരൊഴുക്കുകയാണ്. അയ്യോ ദുരന്തം സംഭവിച്ചു. ദുരന്തം സംഭവിച്ചതിന് ശേഷം കണ്ണീരൊഴുക്കണോ അതോ ദുരന്തങ്ങളെ തടയാനുള്ള മുൻകരുതൽ എടുക്കുന്നതാണോ ബുദ്ധി എന്ന് ചിന്തിക്കുക. ഭയങ്കര ബുദ്ധിയുണ്ടെന്ന് ചിന്തിക്കുന്ന, സ്വയം അഹങ്കരിക്കുന്ന, മറ്റുള്ളവരെ പുച്ഛിക്കുന്ന മലയാളി ഇത് മനസ്സിലാക്കണം. രാഷ്ട്രീയവും മതവും ഒക്കെ കുത്തിക്കയറ്റി വെച്ച് നമ്മളതിനെ തടയിടുകയാണ്. ഇപ്പോൾ ഇതിൻ്റെ താഴെ, ഞാൻ ഈ ചെയ്യുന്ന വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാനും ആൾക്കാർ വരും. ഇപ്പോഴാണോടാ ഇതൊക്കെ പറയുന്നത്? പിന്നെ എപ്പോഴാ പറയണ്ടേ ചേട്ടാ? എൻ്റെ അപ്പനും അമ്മയ്ക്കും വിളിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഇപ്പോൾ ഈ പറഞ്ഞ സ്ഥലത്തെ റിപ്പോർട്ടിങ്ങിനെതിരെ റിപ്പോർട്ട് ചെയ്യുന്നു. ഒരാൾ ചങ്ക് പൊട്ടി കരയുന്നു. അത് വീഡിയോയിലെടുത്ത് ബിജിഎം ഇട്ട് മാധ്യമങ്ങൾ പുറത്തേക്ക് വിടുന്നുണ്ട്. അതിൻ്റെ അകത്തുള്ള കമൻറ്റ്സ് ഞാൻ വായിച്ചു. ഇങ്ങനെയുള്ള ദൃശ്യങ്ങൾ ഒഴിവാക്കണം, ചങ്ക് പൊടിഞ്ഞു പോകുന്നു. യെസ്, ആ ദൃശ്യങ്ങൾ നിങ്ങൾ കാണണം. കാരണം ഇത് നാളെ നമുക്ക് സംഭവിക്കാനുള്ളതാണ്. അന്നിത് പറയാനോ അല്ലെങ്കിൽ അതിനുശേഷം ഇപ്പോൾ ഈ മുല്ലപ്പെരിയാർ എന്ന് പറഞ്ഞ സംഭവം ബ്രേക്ക് ചെയ്തതിന് ശേഷം ഇതിനെക്കുറിച്ച് പറയാൻ ഞാനാളല്ല. എനിക്ക് ഇവിടുത്തെ അധികാരവർഗത്തോട് ഒന്നും പറയാനില്ല. എനിക്ക് പറയാനുള്ളത് സാധാരണ ജനങ്ങളെക്കുറിച്ചാണ്. ഇപ്പോൾ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യണം എന്ന് പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. ഇതിനു മുമ്പും ആൾക്കാർ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈയയച്ച് സംഭാവന ചെയ്തിട്ടുണ്ട്. ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്ത പണം കൃത്യമായിട്ട് അവരെല്ലാവരുടെയും കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. കവളപ്പാറ ദുരന്തം നടന്നത് ഏൽപ്പിച്ചിട്ടുണ്ട്. 2018 ദുരന്തത്തിനായിട്ട് പ്രളയ ഫണ്ട് എല്ലാം അവർ കൃത്യമായിട്ട് വിനിയോഗിച്ചിട്ടുണ്ട്. എല്ലാവർക്കും കൊടുത്തു. ആ ഫണ്ടും മേടിച്ചുകൊണ്ട് ആൾക്കാർ ഇപ്പോൾ വിദേശത്ത് താമസിക്കുകയാണ് വലിയ തോതിൽ. അതുകൊണ്ട് നമ്മൾ അതിനെ കുറ്റം പറയണ്ട. അവർ ഫണ്ട് ശേഖരിക്കട്ടെ. അർഹമായ കൈകളിൽ അവർ കൃത്യമായിട്ട് എത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് അതിനെക്കുറിച്ച് എനിക്കൊന്നും പറയാനില്ല. അത് എത്തേണ്ട കൈകളിൽ സുരക്ഷിതമായിട്ട് എത്തിച്ചിട്ടുമുണ്ട്. കറക്റ്റായിട്ട് വിനിയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം ദുരിതാശ്വാസം ചോദിക്കുമ്പോൾ കൊടുക്കാൻ തന്നെ ആൾക്കാർക്ക് ഭയങ്കര ആവേശമാണ്. ആ ഫണ്ട് മേടിച്ചവർ പലരും ഇന്ന് വിദേശത്താണ്. അപ്പോൾ അതുകൊണ്ട് അതിലേക്ക് സംഭാവന ചെയ്തവർക്ക് ചെയ്യാം. ഇതിൻ്റെ പേരിൽ എന്നെ ഒന്നും പറയണ്ട. ഞാൻ ആരെയും കുറ്റം പറഞ്ഞിട്ടില്ല. ഒരാൾ പറയുന്നുണ്ട്, അയാൾ മന്ത്രിമാരെ അടക്കം വിളിച്ചു. രാവിലെ 6 മണിക്ക് ജെസിബി വരാമെന്ന് പറഞ്ഞു. എൻ്റെ അമ്മയും ചേട്ടനും ചേട്ടൻ്റെ ഭാര്യയും 2 കുട്ടികളും ഈ മണ്ണിനടിയിൽ കിടക്കുകയാണ് എന്ന് സംഭവ സ്ഥലത്ത് നിന്ന് ഒരാൾ വിളിച്ചു പറഞ്ഞു. ഞാൻ മന്ത്രിമാരെ അടക്കം ഇന്നലെ രാത്രി തൊട്ട് വിളിക്കുകയാണ്. മന്ത്രി വന്ന് മാന്തില്ല. അതാണ് ഞാൻ പറയുന്നത്. മന്ത്രിമാർ വന്ന് മാന്തുകയില്ല മണ്ണ്. അതിന് ജെസിബി വരണം. ജെസിബി 6 മണിക്ക് വരാമെന്ന് പറഞ്ഞു. ഇപ്പോൾ സമയം ഇത്രയായി, ആരും വന്നില്ല. എങ്ങനെയെങ്കിലും രക്ഷിക്ക്. ഈ ആദ്യം പിടിച്ച് നിൽക്കുന്ന മനുഷ്യൻ പറയുകയാണ്. ഇത് നാളെ നമ്മുടെ കുടുംബത്തിലും നമ്മുടെ നാട്ടിലും എല്ലാം സംഭവിക്കുക തന്നെ ചെയ്യും. അപ്പോൾ നമുക്ക് പറയാം, ഭയം വേണ്ട, ജാഗ്രത മതി. ജാഗ്രത ഉള്ളവർ ഇറങ്ങി ഓടി. ഇപ്പോൾ മുല്ലപ്പെരിയാറിൻ്റെ കാര്യത്തിൽ സ്റ്റാലിൻ്റെ കയ്യിൽ നിന്ന് പൈസ മേടിക്കുന്നതിന് പകരം അയാളോട് പറയേണ്ടത് പൈസയൊക്കെ തരാം, ശരി മേടിച്ചോളൂ.
തന്നാൽ കഴിയുന്ന എല്ലാ സഹായങ്ങളും ചെയ്യാമെന്നും സ്റ്റാലിൻ പറഞ്ഞു. വണക്കം അണ്ണ. അണ്ണൻ ഒരു കാര്യം ചെയ്യണം. എത്രയും പെട്ടെന്ന് ആ മുല്ലപ്പെരിയാർ ഡീകമ്മീഷൻ ചെയ്യാനുള്ള സംവിധാനം ചെയ്യണം. അതിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കണം. അല്ലെങ്കിൽ ഈ 5 കോടി പോരാതെ വരും. 500 കോടിയോ 50,000 കോടിയോ അതിലൊന്നും നിൽക്കില്ല. ഏകദേശം 2,00,000 പേരുടെ ജീവൻ്റെ കാര്യമാണ്. അതിനെക്കുറിച്ച് ഞാൻ മാത്രമല്ല പറഞ്ഞത്. അതിന് ചരിത്രവും ചരിത്രാധീന കാര്യങ്ങളൊന്നും പറഞ്ഞ് ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ഇപ്പോൾ നിലവിൽ എന്ത് ചെയ്യാൻ സംഭവിക്കും? എന്ത് ചെയ്യാൻ സാധിക്കും? ഇപ്പോൾ ഈ സർക്കാരിനെ ഞാൻ കുറ്റം പറയാൻ യാതൊരു താല്പര്യവും എനിക്കില്ല. ഇതിനു മുമ്പ് ഭരിച്ച സർക്കാരും ഇതൊക്കെ തന്നെ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് സർക്കാരുകളെയോ ഉന്നത അധികാരത്തിലിരിക്കുന്നവരെയോ ഞാനൊന്നും പറയുന്നില്ല. എനിക്കത് പറയേണ്ട കാര്യമില്ല. കാരണം അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. അവർ വ്യക്തി താല്പര്യങ്ങൾക്കും അവരുടെ പാർട്ടിയെ സംരക്ഷിക്കുന്നതും അല്ലെങ്കിൽ എല്ലാ പാർട്ടിക്കാരും അവരുടെ പാർട്ടികളെയും മറ്റു കാര്യങ്ങളെയൊക്കെ സംരക്ഷിക്കുന്ന തിരക്കിലാണ്. പക്ഷേ ഭരിക്കാനൊരു പ്രദേശം വേണം. അതിൻ്റെ 1/3 ഭാഗം ഒഴുകിപ്പോകുന്ന സംവിധാനമാണ് മുല്ലപ്പെരിയാർ. അത് നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പ്രശ്നങ്ങളുണ്ട്. അതിൻ്റെ മുന്നൊരുക്കമാണ് ആദ്യം തമിഴ്നാട് നമ്മളെ സഹായിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം. ഇനി മുല്ലപ്പെരിയാർ എന്ന് പറഞ്ഞ പ്രശ്നമായിട്ട് അങ്ങോട്ട് ഇറങ്ങരുത്. സഹായിക്കുന്നവനെ ചോദ്യം ചെയ്യാൻ ആരും മെനക്കെടുകയില്ല. ഇതൊരു തന്ത്രമാണ്. അത് മനസ്സിലാക്കുക. ഞാൻ ആദ്യം ചെയ്ത വീഡിയോകളിലൊന്നാണ് മുല്ലപ്പെരിയാർ. അതിൻ്റെ സാധ്യതകളും ഈ പരിസരങ്ങളിൽ ഞാൻ ആൾക്കാരോട് ചോദിച്ച അഭിപ്രായങ്ങളും എല്ലാം അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് വ്യക്തമായിട്ട്. ഇതിനെതിരെ ശക്തമായിട്ട് പ്രതിഷേധിക്കേണ്ട ഉത്തരവാദിത്തം നമുക്കുണ്ട്. ഭരണാധികാരികൾ ഒന്നും ചെയ്യുമെന്ന് കരുതി നമ്മൾ നിൽക്കേണ്ട. പോയാൽ നമ്മുടെ കുടുംബം പോവും, നമ്മുടെ ജീവിതം പോവും, നമ്മുടെ അയൽവക്കക്കാരൻ പോവും, ചിലപ്പോൾ നമ്മളും പോവും. ഞാൻ പലവട്ടം ആലോചിച്ചു ഈ വീഡിയോ ചെയ്യണോ വേണ്ടയോ. കാരണം കമൻറ്റ് ബോക്സിൽ വന്ന് എന്തായിരിക്കും പറയുക എന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ഈ ഒരു അവസരത്തിലാണോ അത് പറയേണ്ടത്? ഈ ദുരന്തമല്ലേടാ നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞു. വ്യക്തമായ പ്രകൃതി ലംഘന നിയമങ്ങളാണ് ഇതിന് കാരണം. പ്രകൃതിയെ ലംഘിക്കുന്നത് അധികാര സ്ഥാനത്തിരിക്കുന്നവരുടെ ഒത്താശയോട് കൂടിയാണ്. അല്ലാതെ പ്രകൃതി മലയിടിക്കുന്നോ മണ്ണിടിക്കുന്നതൊന്നും ആൾക്കാർ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യുന്നതല്ല. ഒരുത്തൻ സ്വന്തം വീടിൻ്റെ പുറത്തെ പറമ്പിൽ 2 അടി പൊക്കത്തിൽ മണ്ണിടിച്ചാൽ അന്നേരം വരും നിയമം പറഞ്ഞുകൊണ്ട്. അങ്ങനെയുള്ളവർ തന്നെ വൻകിട റിസോർട്ടുകൾക്ക് വേണ്ടി മലയിടിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നു. അതിനെതിരെ ശബ്ദിച്ച, അതിനെതിരെ റിപ്പോർട്ട് കൊണ്ടുവന്ന മാധവ് ഗാഡ്ഗിലിനെയും കസ്തൂരി രംഗനെയും ഇവരൊക്കെ കൂടി തന്നെ സമരം ചെയ്ത് ഒതുക്കി. എന്നിട്ട് ഇപ്പോൾ ദുരന്തം വരുമ്പോൾ കണ്ണീര് വാർത്തിട്ട് എന്താ കാര്യം? ഈ ദുരന്തം 10 ദിവസത്തേക്കേ ഉള്ളൂ. ആവശ്യത്തിന് ഫണ്ടും പിരിവും ഒക്കെ ആയിരിക്കുമ്പോൾ ഈ പരിപാടി തീരും. പുതിയ ദുരന്തം ഉണ്ടാവും. അങ്ങോട്ട് ചാനലുകൾ പോകും. ഇത് നമ്മൾ വർഷങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ. കവളപ്പാറ ഉരുൾപൊട്ടിയപ്പോഴും ഞാനൊന്നും ഇതിനെക്കുറിച്ച് സംസാരിച്ചില്ല. എന്താണ് ഒരു ദുരന്തം സംഭവിച്ചതിന് ശേഷം എന്ത് പറയാനാണ്? മരണപ്പെട്ട ആൾക്കാരോടുള്ള ആദരവോടുകൂടി തന്നെ. അവരൊക്കെ ബലിയാടുകളാണ്. പ്രകൃതിയെ ചൂഷണം ചെയ്തതിൻ്റെ ഫലമായിട്ട്, അനധികൃത നിർമ്മാണങ്ങളുടെ ഫലമായിട്ട് ജീവനോടെ കുഴിച്ചു മൂടപ്പെട്ട ബലിയാടുകൾ. അവരോടുള്ള ആദരവോടുകൂടി തന്നെ പറയട്ടെ. അവരുടെ കുടുംബാംഗങ്ങളോട് പറയാനുള്ളത് നിങ്ങൾക്ക് മാത്രമാണ് നഷ്ടം. മറ്റാർക്കും ഇവിടെ ഒന്നും നഷ്ടപ്പെടുകയില്ല. കാരണം ഇതിനു മുമ്പുള്ള ദുരന്തങ്ങളും സൂചനകളും കണ്ട് അതിനനുസരിച്ചുള്ള പ്രകൃതി ദ്രോഹ നടപടികൾ അവസാനിപ്പിച്ചിരുന്നെങ്കിൽ ഇത് ഒഴിവാക്കാമായിരുന്ന കാര്യമാണ്. ഇപ്പോൾ ഒഴിവാക്കാവുന്ന ഒരു വലിയ ദുരന്തം നമ്മുടെ തലയ്ക്ക് മുകളിൽ നിൽപ്പുണ്ട്. അതിനോടും നിസ്സംഗഭാവമാണ് ഗവൺമെൻറ്റുകൾക്ക്. പല പ്രസംഗങ്ങളിലും പല മിനിസ്റ്റർമാരും പല മന്ത്രിമാരും ഉറപ്പ് തരുന്നുണ്ട്. ഒരു കാരണവശാലും പൊട്ടില്ല. പറയുന്നത് കേട്ടതൊന്നും ഇവരോടൊക്കെ ചോദിച്ചിട്ടാണ് മുല്ലപ്പെരിയാർ പൊട്ടാനിരിക്കുന്നത്. അല്ല, എന്നോട് ചോദിച്ചിട്ടല്ല. പക്ഷേ ഇത് ഉടനെ തന്നെ സംഭവിക്കും. അതിനുള്ള എല്ലാ സൂചനകളും തരുന്നുണ്ട്. ഇതിനെപ്പറ്റി 10 വർഷങ്ങളായിട്ട് പറഞ്ഞു നടക്കുന്ന ഒരാളുണ്ട്. അഡ്വക്കേറ്റ് റസൽ ജോയി. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ സത്യമാവുകയാണെങ്കിൽ ലോകം കണ്ട ഏറ്റവും വലിയ ദുരന്തത്തിലേക്ക് കേരളം പോകും. കേരളം 2ആയി പൊട്ടിക്കീറിപ്പോകും. ഇതിനെ അതിജീവിക്കാൻ ആർക്കും സാധിക്കില്ല. കണ്ണീരൊഴുക്കുമ്പോൾ നമ്മൾ അതും കൂടെ ആലോചിക്കണം. നാളെ ഇത് നമുക്ക് വരാനുള്ളതാണ്. മറ്റുള്ളവരുടെ കണ്ണീര് കണ്ടിട്ട് ടി വി ഓഫ് ചെയ്ത് സങ്കടം സഹിക്കാൻ വയ്യാതെ ടി വി മൊബൈലൊക്കെ ഓഫ് ചെയ്ത് വെച്ച് ആൾക്കാർ പ്രാർത്ഥിക്കും. എത്ര ദിവസം പ്രാർത്ഥിക്കും? 2-3 ദിവസം പ്രാർത്ഥിക്കും. അപ്പോൾ പ്രാർത്ഥിക്കുന്ന ആൾക്കാർക്ക് കൃത്യമായിട്ട് അറിയാം ഇത് ദൈവത്തിന് മാത്രമേ നമുക്ക് രക്ഷിക്കാൻ പറ്റുള്ളൂ, അല്ലേ? മറ്റുള്ളവരെല്ലാം ഹെലികോപ്റ്ററിൽ നിന്ന് കൈവീശി കാണിക്കും. ദുരന്തബാധിത പ്രദേശം സന്ദർശിച്ചു, മുകളിൽ കൂടെ വന്ന് കറങ്ങി തിരിച്ചു പോകും. ഇവിടെ നിസ്വാർത്ഥ സേവനം ചെയ്യുന്ന പട്ടാളക്കാരുണ്ട്. പലരും അവരെ പരിഹസിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ശമ്പളം മേടിച്ചിട്ടില്ലേ, അതിർത്തി പോയി നിൽക്കുന്നെങ്കിൽ ശമ്പളം മേടിച്ചിട്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്ന കുറേ മരയോളുകളുണ്ട്. അവർ ജീവൻ പണയം വെച്ച് ഹെലികോപ്റ്റർ ഇറക്കാൻ കഴിയാത്ത സ്ഥലത്ത് ഇറക്കി അവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്നു. ഹെലികോപ്റ്റർ ഇറങ്ങാൻ ഒരു പ്രത്യേക സ്ഥലം വേണം. അപ്പോൾ ഹെലികോപ്റ്റർ ഇറങ്ങാൻ പറ്റാത്ത സ്ഥലത്ത് അവിടെ റിസ്ക് എടുത്ത് ഹെലികോപ്റ്റർ ഇറക്കി തകർന്ന ഒരു റോഡിൽ അത് ലാൻഡ് ചെയ്യിച്ച് അവിടെ നിന്നും നമ്മുടെ പൗരന്മാരെ രക്ഷിക്കുന്നു എന്ന് പറഞ്ഞ ആവേശത്തോടെ കഴിഞ്ഞ ദിവസം വരെ ഇന്ത്യൻ മിലിറ്ററിയെ കുറ്റപ്പെടുത്തിയ മാധ്യമങ്ങൾ അവർ പുകഴ്ത്തി പാടുന്നത് കേട്ടു. അതെ, നിസ്വാർത്ഥ സേവനം തന്നെയാണ് അവർ ചെയ്തത്. അവർ രാജ്യത്തെ സേവിക്കാനിരിക്കുന്നവരാണ്. ഇന്ത്യൻ മിലിറ്ററിക്ക് കഴിയുന്നതിൻ്റെ പരമാവധി അവർ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഉരുൾപൊട്ടിയൊരു പ്രദേശത്തേക്ക്, ചെളി നിറഞ്ഞൊരു പ്രദേശത്തേക്ക് സഞ്ചരിക്കുമ്പോൾ വരെ സൂക്ഷിക്കണം. ഒരു ചുവട് വെക്കുന്നത് അടുത്ത ചുവട് ചിലപ്പോൾ ഒരു കുഴിയിലേക്കായിരിക്കും, ചെളി നിറഞ്ഞു നിൽക്കുകയായിരിക്കും. അങ്ങനെ അതിലേക്കൂടെ പെട്ടെന്ന് ഓടിപ്പോകാനോ പെട്ടെന്ന് ചെയ്യാനൊന്നും പറ്റുകയില്ല. ഇതിനു മുമ്പ് അർജുനെ രക്ഷിക്കാൻ പോയ സ്ഥലത്ത് ഒരു മാധ്യമസിംഹം പ്രാസം വെച്ച്
വെള്ളിയാഴ്ച വെട്ടിപ്പൊട്ടുന്ന പോലെ പ്രസ്താവനകൾ ഇറക്കുന്നുണ്ട്. മാറി നിൽക്കുക, ഞങ്ങൾ കാണിച്ചു തരാം, ഞങ്ങൾ മാന്തി തരാം. മാന്താൻ പറ്റില്ല സുഹൃത്തെ. ഉരുള് പൊട്ടുമ്പോൾ ഒരു ഭീകരതയുണ്ട്. ഇത് നിങ്ങളാരും കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. കേൾക്കണം. വെട്ടി പൊട്ടുന്നുള്ളൊരു ശബ്ദം കേൾക്കും, ഭൂമി മൊത്തം വിറയ്ക്കും, പിന്നെ ഒരു സൈലൻസ് ആണ്. ഇത് കടന്നു പോയി കഴിയും. അല്ലെ കുറച്ച് സമയത്തിനുള്ളിൽ നമ്മുടെ അടുത്തേക്ക് ആർത്തലച്ച് വലിയൊരു തിര വരും. ഈ തിര എന്ന് പറഞ്ഞാൽ വെള്ളം മാത്രമല്ല, കല്ല്, മണ്ണ്, മല, മുകളിലുള്ള എല്ലാ സാധനങ്ങളുമായിട്ടാണ് വരുന്നത്. നിങ്ങൾ ആ പ്രദേശം കണ്ടില്ലേ? ഇപ്പോൾ ലൈവായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എല്ലാ ചാനലുകളിലൂടെയും ആ സ്ഥലം കാണിക്കുന്നുണ്ട്. അതായിപ്പോവും. ഇതിന് മുമ്പുള്ള ഭാഗം കൂടെ കണ്ടു നോക്ക്. അതെങ്ങനെയാണ് ഇരുന്നത്, ഇപ്പോഴതെങ്ങനെയാണ് ഇരിക്കുന്നത്. നമുക്ക് എവിടെയാണ് എന്തായിരുന്നു എന്ന് പോലും സ്ഥിരീകരിക്കാൻ കഴിയാത്ത അവസ്ഥ. മണ്ണിനടി ജീവനോടെ എത്ര പേര് കിടപ്പുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാൻ കഴിയുന്നുണ്ടോ? എത്ര പേർക്ക് ഇപ്പോൾ ജീവൻ ഉണ്ടാവും? എത്ര പേര് ജീവനുള്ളവരും അതിൻ്റെ അകത്ത് കിടപ്പുണ്ട്? ജീവനോടെ സ്ലാബിനടിയിലും മണ്ണിനടിയിലും കിടക്കുന്ന എത്രയോ ആൾക്കാരുണ്ടാവും? ജീവന് വേണ്ടി, ശ്വാസത്തിന് വേണ്ടി പിടയുന്ന കൊച്ചു കുട്ടികളുണ്ടാവില്ലേ? ഈ ദുരന്തം ഒഴിവാക്കാൻ ആണ് ഞാനിത് പറയുന്നത്. ഈ ദുരന്തം ഇങ്ങനെ കാണിച്ചു തരുമ്പോൾ, കൺമുന്നിൽ കാണിച്ചു തരുമ്പോൾ അതിന് നേരെ കണ്ണടച്ച് വെച്ച് ടി വി ഓഫ് ചെയ്ത് എഴുന്നേറ്റ് പോകുകയല്ല വേണ്ടത്. കണ്ട് മനസ്സിലാക്കിക്കോ. ഇത് നമ്മുടെ മുമ്പിൽ വരും. ഇതിനെക്കുറിച്ചാണ് റസൽ ജോയ് പറയുന്നത്. ഇതിനെക്കുറിച്ചാണ് മാധവ് ഗാഡ്ഗിൽ പറഞ്ഞത്. ഇതിനെക്കുറിച്ചാണ് കസ്തൂരി രംഗൻ പറഞ്ഞത്. അല്ലെങ്കിൽ ഇതുപോലെ പ്രകൃതി ആർത്തലച്ച് നമ്മുടെ നേരെ വരുമ്പോൾ നമുക്ക് അവിടെ ഒന്നിനെയും കൊണ്ട് ഡിഫെൻഡ് ചെയ്യാൻ കഴിയില്ല. കാരണം വരുന്നത് പ്രകൃതിയാണ്. സ്റ്റാലിൻ്റെ പൈസയും മേടിച്ച് ബാങ്കിലിട്ട് സ്റ്റാലിനെ പുകഴ്ത്തി പാടി നടന്നോളൂ, കുഴപ്പമില്ല. പക്ഷേ മുല്ലപ്പെരിയാറിൻ്റെ കാര്യമെങ്കിൽ ഒന്ന് പറയാനുള്ള മനസ്സെങ്കിലും. അതിന് നേരെ സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തിരിക്കുന്ന ആ ഹർജിയിന്മേൽ ഒരു തീരുമാനം ഉണ്ടാക്കി വലിയൊരു ജലബോംബിൻ്റെ കീഴിൽ നിൽക്കുന്ന ഈ നാടിനെ രക്ഷിക്കണം. സ്നേഹനിധിയായി നമ്മളെ സഹായിക്കാൻ മുട്ടി നീക്കുന്ന സ്റ്റാലിനെ വിളിച്ച് കാര്യങ്ങൾ വ്യക്തമായി സംസാരിക്കാനുള്ള ഒരു വേദിയെങ്കിലും ഉണ്ടാക്കണം. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റാലിനോട് നേരിട്ട് സംസാരിക്കാനും ഈ ദുരന്തം ഇനിയും ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് സ്റ്റാലിനെ പറഞ്ഞ് ബോധിപ്പിക്കാനും, അങ്ങനെ രണ്ടുപേരും കൂടി കൈകോർത്താൽ തീരുന്ന പ്രശ്നമേ ഇവിടെയുള്ളൂ. ഇത് വെച്ചോണ്ടിരുന്ന് പൊട്ടിത്തെറിച്ച് കഴിഞ്ഞിട്ട് ദുരിതാശ്വാസം, പിന്നെയും പിരിവിനിറങ്ങാനാണ് ഉദ്ദേശം എന്ന് തോന്നുന്നു. കാരണം ദുരിതം ബാധിച്ചവർക്ക് സംഭാവന വേണം. അച്ഛൻ്റെ വേദനകൾ, അമ്മമാരുടെ വേദനകൾ, കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ട മാതാപിതാക്കൾ, ഇവരുടെയൊക്കെ വേദന നിങ്ങൾ മനസ്സിലാക്കുന്നത് ഒരു തരിമ്പെങ്കിലും ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടെങ്കിൽ മുല്ലപ്പെരിയാറിനെ എതിർക്കാൻ നിങ്ങൾക്ക് കഴിയണം. നിങ്ങൾ എഴുതി വെച്ചോളൂ, ഒരു കാരണവശാലും ഒരു മന്ത്രിയും ഇനി മുല്ലപ്പെരിയാറിനെതിരെ സംസാരിക്കില്ല. ഒരു മിനിസ്റ്ററും വാ തുറക്കില്ല. അവർ ദുരന്തത്തിനായി കാത്തിരിക്കുകയാണ്. എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരോട് പറയാനുള്ളത്, വയനാട് ഒരു മുന്നറിയിപ്പാണ്. ആ മുന്നറിയിപ്പിനെ അവഗണിച്ചാൽ അടുത്ത ദുരന്തം കൺമുന്നിൽ ഇതിലും ഭീകരമായി കാണേണ്ടതായി വരും. എൻ്റെ നാടിനെക്കുറിച്ച്, എൻ്റെ നാട്ടുകാരെക്കുറിച്ച് എൻ്റെ ആശങ്കകളാണ് ഞാൻ പങ്കുവയ്ക്കുന്നത്. എൻ്റെ ഈ നാട് ഇങ്ങനെ തന്നെ ഉണ്ടാവണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ആത്മാർത്ഥമായി. എൻ്റെ സുഹൃത്തുക്കളും എൻ്റെ ബന്ധുക്കളും എൻ്റെ ശത്രുക്കളും എല്ലാം ഈ നാട്ടിൽ തന്നെ വേണം. എൻ്റെ ഈ നാട് നിലനിൽക്കണം. ഞാൻ എൻ്റെ നാടിനെ സ്നേഹിക്കുന്നു. നാട്ടുകാരുടെ യോഗക്ഷേമത്തിലും ഐശ്വര്യത്തിലും മാത്രമാണ് എൻ്റെ സുഖം.